CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ ഒരു മരണം കൂടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി 45 വയസ്സുള്ള പ്രവീൺ ആണ് മരിച്ചത്. 90% പൊള്ളലേറ്റ പ്രവീൺ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം നടത്തി. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേർ അന്തിമോപചാരമർപ്പിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ തൃത്താല സ്വദേശിയും കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് സ്വദേശി 53 വയസ്സുള്ള മാടിപ്പുറത്ത് വാസുദേവനാണ് മരിച്ചത്. പൊന്നാനി ഈശ്വരമംഗലത്ത് സംസ്കാരം നടത്തി. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ച ചങ്ങരംകുളം ആലങ്കോട് അട്ടക്കുന്ന് സ്വദേശി പള്ളിയാലിൽ മണികണ്ഠന്റെ മൃതദേഹം സംസ്കരിച്ചു. ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ മണികണ്ഠന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിനുശേഷം സംസ്കാരം പൊന്നാനിയിൽ നടന്നു. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ രാവിലെ 10:30 നടക്കും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. വളർത്തുനായയെ ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതിന് വീട്ടുടമയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്തല സ്വദേശികളായ നമ്പുള്ളി സന്ദീപ്, വടക്കുംതല വീട്ടിൽ മികേഷ്, കാരിയാടൻ വീട്ടിൽ അമൽജിത്ത് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കടങ്ങോട് തെക്കുമുറിയിൽ പേവിഷബാധ സംശയിക്കുന്ന പൂച്ചയുടെ ആക്രമണം. ഗുരുതര പരിക്കുകളോടെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പ്രത്യേക വിദഗ്ധ പരിശീലന പരിപാടി നടത്തി. CBSE 10ാം തരം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അൽന സ്റ്റാൻലിയെ പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. കുന്നംകുളം ആനായിക്കൽ ഇലവന്ത്ര ഭഗവതി ക്ഷേത്രത്തിൽ 6 ദിവസമായി നടന്നുവന്നിരുന്ന ചടങ്ങുകൾ സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.